അഡ്വക്കേറ്റ് അല്ല, ഈ ഇലക്ഷന് വേണ്ടിയിട്ടും വോട്ടിന് വേണ്ടിയിട്ടും പിന്നെ ഇതൊന്നും പാർട്ടിയാക്കരുതെന്നാണ് ഇപ്പോൾ ജിമ്മി സാർ പറഞ്ഞത്. അതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ കണ്ടത്. അങ്ങനെയുള്ള ശബരിമലയൊന്നും വാർത്തയാക്കിയിട്ടില്ലല്ലോ. ഇലക്ഷന് വേണ്ടി വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, കോൺട്രഡിക്ടറി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നാ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ജയിൽ കിടക്കുന്ന ഒരാളെ ഇങ്ങോട്ട് മാത്രം ഇത് ഉപയോഗിക്കരുതെന്നും അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഉപയോഗിക്കാൻ രണ്ടുപേരുടെ കാര്യം പറയാം. എങ്ങനെയാണ് ജയിൽ കിടക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാത്ത? ഇത് MLA ആണെന്ന്, ജനപ്രതിനിധിയാണെന്ന്, ജനങ്ങളെ ഡെയിലി ഏത് പാർട്ടിക്കാരനല്ലാത്തവർക്ക് ഇവരെ കാണണ്ടേ? പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം. അതാണ് MLA കാര്യവും. MLA അല്ലാത്ത ആൾക്കാർ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അതാണ് പറഞ്ഞത്. MLA തന്നെ തീരുമാനിക്കും. പാർട്ടിക്കാരെയൊക്കെ മാറ്റിയെടുത്തു. നാളെ രാഹുൽ സാധാരണക്കാരെ മാങ്കൂട്ടൽ രാജിവെക്കണമെന്ന് പറഞ്ഞു വിചാരിക്കുക. രാജിവെക്കണം പറഞ്ഞാൽ പോരാ. ഇത് ആര് കൊടുത്ത പദവിയാണെന്ന് അതല്ല ആദ്യം മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് കൊടുത്ത പദവിയാണ്. പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് കൊടുത്തതാണ്. അപ്പൊ കോൺഗ്രസിന് എന്റെ അഭിപ്രായം അങ്ങനെ ചെയ്യണം തന്നെയാണ്. അതിനുശേഷം ഞാൻ ചോദിക്കുന്നത്, ജയിൽ കിടക്കുന്ന ഒരാളെ പാർട്ടി സസ്പെൻഡ് ചെയ്യാത്ത അതൊക്കെ ശരി. ഞാൻ അതിനല്ല ഞാൻ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം കിട്ടിയ വോട്ടാണോ പാലക്കാട്? കോൺഗ്രസിനും കൂടി കിട്ടിയ വോട്ടാണ്. അതുകൊണ്ടാണ് അന്നത്തെ സമയം പറയുന്നത് എന്ത്, രാഹുൽ ഇതുവരെ ഒന്നാമത്തെ പരാതി വന്നപ്പോഴും രണ്ടാമത്തെ പരാതി വന്നപ്പോഴത്തേക്ക് ഈ അടൂർ പ്രകാശൊക്കെ UDF കൺവീനറൊക്കെ എന്താ പറഞ്ഞതെന്നറിയോ? അതൊക്കെ ശബ്ദമാണെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടർ TV ആണ് ആദ്യം തുടങ്ങി ഈ വാർത്ത. നിങ്ങൾക്ക് അറിയാലോ, റിപ്പോർട്ടർ TV ആണ്. റിപ്പോർട്ടർ ആദ്യം തുടങ്ങി ഈ വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ TVൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് എന്തിനാണെന്നറിയോ? മാർച്ച് ശബ്ദരേഖ പുറത്തുവിട്ടതിന്. തൃശ്ശൂർ ഓഫീസിലേക്ക് കരിയോല വെച്ചു. എന്തിനു വേണ്ടിയിട്ടറിയോ? 4 വണ്ടി തല്ലിപ്പൊളിച്ചു. 4 എണ്ണം. റിപ്പോർട്ടർ TVയുടെ 4 വണ്ടി തല്ലിപ്പൊളിച്ചു. ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. തൃശ്ശൂർ ബ്യൂറോയിലേക്ക് കരിയോല വെച്ചു. 4 എണ്ണം ജയിലിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ വന്ന് പറയുന്നത്, അയ്യോ ഞങ്ങൾ എന്ത് മാതൃകാപരമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചത്. പെട്ട് കഴിഞ്ഞിട്ട് 1-ലും അല്ല 2-ലും അല്ല 3-ലും അല്ല, 2 പേർ പരാതി കൊടുത്തിട്ടില്ല കേട്ടോ. 2 പേര് പരാതി കൊടുത്തിട്ടില്ല, 3 എണ്ണമാണ്. അന്നേ നമ്മൾ പറയുന്നുണ്ട് 5 പരാതിയുണ്ടെന്ന് പറയുന്നുണ്ട്. ആരും കേട്ടില്ലല്ലോ. അന്നെന്താ പറഞ്ഞത്? അയ്യോ ഇപ്പോഴത്തെ ഒരു ശൈലി എന്താണെന്നറിയോ? ഒരു സ്ത്രീ പരാതിയായിട്ട് മുന്നോട്ട് വന്നാൽ സ്ത്രീക്ക് എന്തോ പ്രശ്നമുണ്ട് ആദ്യം വരുത്തി തീർക്കുകയാണ്. സ്ത്രീ എന്തോ കുറ്റക്കാരിയാണ്, സ്ത്രീക്ക് എന്തോ പരാതിയുണ്ട്. എന്നാ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ FISൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാനം ഈ പറഞ്ഞ സൈബർ അറ്റാക്ക് പേടിച്ചിട്ടാണ് വാർത്ത. ഇതല്ലേ പ്രശ്നം? സൈബർ അറ്റാക്ക് നടത്തിയതാരാ? യൂത്ത് കോൺഗ്രസ് CPM ആരാ? DYFI SFI ഏതെങ്കിലും ആണോ? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണിയാളികൾ നിന്നിട്ട് സൈബർ അറ്റാക്ക് നടത്തിയതല്ലേ? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ആയില്ലേ? എന്ത് നടപടിയാണ് സ്വീകരിച്ചേ? ഏത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ നടപടി സ്വീകരിച്ചേ? ആർക്കെങ്കിലും നമ്മൾ പറയുമ്പോൾ അയ്യോ മാതൃകാപരമായി എന്ത് മാതൃകാ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാതൃക എടുത്തിട്ടില്ലാന്ന്. ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്ന കണ്ടപ്പോൾ എടുത്ത നടപടിയാണിത്. അല്ലാതെ കോൺഗ്രസ് സ്നേഹത്തോടു കൂടി ഒന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ച് പുറത്താക്കിയതാ? ഒന്നുമല്ല. പറയുമ്പോൾ എന്താണ് പറയുന്നത്? അയ്യോ ഞങ്ങൾ വേറെ എവിടെയാണ് നടത്തിയത്? വേറെ എവിടെ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. വേറെ കേരളത്തിൽ എവിടെ നടന്നത്? ഒരു പെൺകുട്ടിയെ പിടിപ്പിക്കുക, 2 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 3 പെൺകുട്ടിയെ പിടിപ്പിക്കുക, 1ാമത്തെ ഗർഭചിത്രം നടത്തുക, 2ാമത്തെ ഗർഭചിത്രം നടത്തുക, 3ാമത്തെ ഗർഭചിത്രം നടത്തുക. ഇത് എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇതിന് സമാനമായ ഒരു കേസ് പറ. ഇതിനെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരിമ്പ് സാമ്യമുണ്ടോ ഇതുമായിട്ടുള്ളത്? ഇത് ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണേ. 3 ലോകത്ത് ജീവിക്കാൻ അനുവാദമുള്ള 3 കുഞ്ഞുങ്ങളെ കൊന്ന കേസാണ്. അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലെ MLA ഒരു ചെയ്യുന്ന പണിയാണ് കേട്ടോ. ആ പണിക്ക് MLA സ്ഥാനം കൊടുക്കുന്നതിന് മുൻപേ ഒരു സൂചന അതിന് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ റിനിയൻ ജോർജ് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതിന് സൂചന നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. അന്ന് നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന അവസ്ഥ വരുമായിരുന്നോ? അന്ന് നടപടിയെടുത്താൽ ഈ അവസ്ഥ വരില്ല എന്ന്. ഇന്നും നടപടിയെടുക്കാതെ കോൺഗ്രസിലെ ആൾക്കാരുണ്ടെന്ന്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വടകര ഭാഗത്തേക്കൊക്കെ എന്തിനാ വടകര MLA വടകര ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നത്? എന്തുകൊണ്ടാണ്? പാലക്കാട് ഫ്ലാറ്റ് മേടിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വടകര എന്തുകൊണ്ടാണ്? ഇതൊരു ഗ്യാങ് അല്ലേ? നമ്മൾ അന്ന് ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ടോ? നിങ്ങളൊരു നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് റോഡ് സൈഡിൽ ചെക്കിങ് നടത്തിയ സമയത്ത് ഘോരം പ്രസംഗിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നായിരുന്നല്ലോ അല്ലേ? ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം കൂടി കൂടിയിട്ട് PK ഫിറോസ് എല്ലാം കൂടി അതിനുശേഷമാണ് ഈ റീലുകൾ വന്നത്. ആ റീലുകൾ വരുന്ന സമയത്ത് ആ ടീം എന്താ ചെയ്തതെന്നുള്ളത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെന്ന്. എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. എല്ലാവരും അതിന് സൂചനകൾ അന്നേ നൽകുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? അതെന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കൊരു 2ാം നിര നേതാക്കന്മാരുണ്ട്. ഈ 2ാം നിര നേതാക്കന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇറത്തിരിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ?
എത്ര നാളാണ് സൈബർ അറ്റാക്ക് നമ്മളൊക്കെ നേരിട്ടത്? റിപ്പോർട്ടർ TV മാത്രം എത്ര സൈബർ അറ്റാക്ക് നേരിട്ടു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ദിവസം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേസിനെ കേസായിട്ടും ഈ പറയുന്ന തെറ്റുകളെ തെറ്റായിട്ടും കാണാൻ പഠിക്കണ്ടേ? ഇന്നും നോക്കിക്കേ, ഇന്നും ഞാൻ പറയുന്നത് എന്താ, ഇന്നും പല ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നിങ്ങൾ വനിതാ നേതാക്കന്മാരോട് വിളിച്ച് ചോദിച്ചു നോക്ക്. ഞാൻ ലിസ്റ്റ് തരാം, 2, 3, 4 ആൾക്കാരെ ലിസ്റ്റ് തരാം. അവരെ വിളിച്ച് ചോദിച്ചു നോക്ക്, എന്താണ് യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാനത്തെ പല നേതാക്കന്മാരും ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്ക്, പല ജനപ്രതിനിധികളും ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു നോക്ക്. അവരോട് പരാതി പറയാൻ പോകുന്നത് കേൾക്കാനുള്ള മനസ്ഥിതി കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്ന സമയത്ത് അതെങ്കിലും മനസ്സിലാക്കി, കാരണം ഒരു പെൺകുട്ടിയാണ് വന്ന് ഈ കാര്യം പറയുന്നത് എന്തെങ്കിലും മനസ്സിൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായി ഇതുപോലെയുള്ള പരാതികളെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞു, ഒരാൾ പർപ്പസ്ഫുള്ളി ഒരാളെ ഉപദ്രവിക്കാൻ വന്നാണെങ്കിൽ നമുക്ക് പറയാം, പർപ്പസ്ഫുള്ളി ഒരാൾ ഒരു സ്ത്രീ പെടുന്ന പരാതി കൊടുക്കുന്നു, അവരെ എന്തെങ്കിലും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൈകാര്യം ചെയ്തതാണ്, അത് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാത്ത ആൾക്കാരല്ല, അങ്ങനെ പരാതി ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ, ഒരു പരാതി അങ്ങനെ വാർത്തയാവുന്നില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര അതമ്പതിച്ചിട്ടുണ്ടോ? കേരളത്തിലെ പ്രധാനപ്പെട്ട 10 മാധ്യമ ചാനലുകളുണ്ട്, കേരളത്തിലെ വാർത്താ ചാനലുകളുണ്ട്. ആ ചാനലുകൾ ഏതെങ്കിലും അടുത്ത കാലത്ത് അങ്ങനെ വാർത്ത വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. വരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് അതിനപ്പം തന്നെ അങ്ങ് തള്ളും. വാർത്ത വന്ന് അത് എന്താണെന്ന് പോലും അന്വേഷിക്കുന്നതിന് മുന്നിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമസ്ഥാനം റിപ്പോർട്ടർ TVൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഏത് ഈ പറഞ്ഞ ശബ്ദരേഖ ഉണ്ടെന്ന് ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ശബ്ദരേഖയാണ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടെന്താ, അതിന് കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞ് എത്രയോ അവസ്ഥകൾ കഴിഞ്ഞ് ഒന്നാമത്തെ രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ എന്താ പറഞ്ഞേ? ഇതൊക്കെ വ്യാജ പരാതിയാണെന്ന് എഴുതി തള്ളി. അങ്ങനെ ഒരു സംഭവമില്ല. ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ട് പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാരിനെതിരെ ഒരു ആയുധം കണ്ടെത്തി എന്ന് പറഞ്ഞ്, അതാണോ ആയുധം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്താ പറയുക, ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഈ പറഞ്ഞ ഭ്രൂണത്തിൻ്റെ അംശം ആ കുട്ടി സൂക്ഷിച്ചു വെച്ചെന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട തെളിവ്. അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞേനെ, DNA പരിശോധനയ്ക്ക് മാറ്റി വെച്ചോണ്ട്, അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞേനെ. അത് അവരങ്ങോട്ട് അയച്ചതല്ലേ, ഇവരിങ്ങോട്ട് അയച്ചതല്ലേ. എന്തൊക്കെയാണ് മേടിപ്പിക്കുന്നതെന്ന് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ. ഷാമ്പു മേടിപ്പിക്കുന്നു, പിന്നെ ക്രീം മേടിപ്പിക്കുന്നു, ചെരുപ്പ് മേടിപ്പിക്കുന്നു, വാച്ച് മേടിപ്പിക്കുന്നു, ഫ്ലാറ്റ് മേടിപ്പിക്കുന്നു. ആരെ കൊണ്ടാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ നേരത്തെ കളങ്കാവൽ സിനിമേൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഭർത്താവുമായി തെറ്റി നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുക, അപ്പോൾ അത്യാവശ്യം പേടിപ്പിച്ചാൽ പേടിക്കുമെന്നുള്ള കുട്ടികളെ കണ്ടെത്തുക. ഇത് ഒരാളുടെ പാറ്റേൺ ആണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഫെനി വന്നല്ലോ, ഫെനീനായാലും രണ്ടാമത്തെ കേസിൻ്റെ അകത്തും ഫെനീൻ്റെ പേര് വന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴല്ലോ പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കൊടുത്ത പാർട്ടിയാണ്. ഈ പറയുന്ന പ്രശ്നം മുഴുവൻ നടക്കുമ്പോഴും ആദ്യത്തെ പേര് വന്നപ്പോഴുണ്ടല്ലോ അവിടെ പഞ്ചായത്ത് ഇലക്ഷന് സീറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ഒരു നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യത്തിനും ന്യായീകരിച്ച് തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണുന്നത്. ഇതാരും നമ്മളെന്താ പറയുന്നത്, ഇത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കോൺഗ്രസിനെതിരെ ആയുധം കിട്ടി ഭയങ്കര, അങ്ങനെയല്ല. കോൺഗ്രസിനെതിരെ കിട്ടുന്ന ആയുധമല്ല ഉപയോഗിക്കുന്നത്. ഇവർ ചെയ്യുന്ന പ്രശ്നങ്ങളെ എടുത്ത് പുറത്ത് കാണിക്കുന്നത് മാത്രം. അത് നിങ്ങളുടെ പാർട്ടിക്ക് നല്ലതാണെന്ന് നിങ്ങൾ ഇന്നും അന്വേഷിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ പോയി ചാടും. ഇപ്പോൾ അന്വേഷിച്ച് ഇതിന് നടപടിയെടുത്താൽ ഇനിയുണ്ട് 10, 80, 90 ദിവസം ഇലക്ഷന്. അതിന് മുന്നേ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ പോയി ചാടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ വടകര വഴിക്ക് ഇനിയും വണ്ടികൾ ഓടും. അത് തന്നെയാണ് പറയാനുള്ളത്. Meet the editors.